കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി കേരളത്തിൽ ചർച്ച നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനും KSRTCയും സ്മാർട്ട് സിറ്റിയും ചേർന്നൊരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്ത് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, അതിലൊക്കെ തന്നെ ചില ഇടപെടലുകളും ചില പരിശോധനകളും ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിലെ വസ്തുതകൾ തിരിച്ചറിയുവാൻ രേഖകൾ പരിശോധിച്ചുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പല ചാനലുകളും കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിലൂടെ ഉന്നയിച്ചിരുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ദുരുപയോഗം, അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചില രേഖകൾ, അതായത് 2023 ഫെബ്രുവരി 27 KSRTCയും സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി ഒന്നാം കക്ഷിയായും കോർപ്പറേഷൻ രണ്ടാം കക്ഷിയായും KSRTC മൂന്നാം കക്ഷിയായും പിടിപ്പിച്ചൊരു കരാറാണ്. മൂന്ന് പേരുടെയും പ്രതിനിധികളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിന് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് LDF സർക്കാരും LDF നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ അതുപോലെ നടപ്പിലാക്കണം. ഇത്രമാത്രമല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആ കരാർ പരിശോധിച്ചിൽ നിന്ന് ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ കരാർ പറഞ്ഞ പ്രകാരം പീക്ക് ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം. അതിനുശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സബ് അർബൻ ഏരിയ, നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് ലംഘിച്ചിരിക്കുകയാണ്. നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട്. നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു ബസ്. അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. മറ്റൊന്ന്, ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വന്നതിന് ശേഷം ആ മീറ്റിംഗ് വിളിക്കാൻ സാധിച്ചില്ല, ഒരാഴ്ചയായിട്ടില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻകം ഒക്കേഡ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസസ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് സെപ്പറേറ്റ്ലി ലേറ്റർ ബൈ എ ജോയിൻറ്റ് ടീം റെപ്രസെൻറ്റിംഗ് ഓൾ ദ 3 പാർട്ടീസ്. ഈ 3 കക്ഷികളിലും പ്രതിനിധീകരിക്കുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വേറെ പല പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ KSRTC ഈ ബസ്സുകൾ, ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഒരു ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്മാർട്ട് സിറ്റി, LDF തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ, അവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലംഘിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് ആവശ്യപ്പെടാനുള്ള ഉണ്ടായ കാരണം, ഞങ്ങളിത് ആവശ്യപ്പെടുവാനുണ്ടായ കാരണം ആരെയും അവഹേളിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നുമല്ല. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനും മത്സരിച്ച ആളാണ്. തെരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ, അത് LDF കൗൺസിലർമാരുണ്ട്, UDF കൗൺസിലർമാരുണ്ട്, സ്വതന്ത്രരുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം, നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വാർഡുകളിൽ നിന്ന് വരുന്ന ഒരു ആവശ്യം, ഞങ്ങൾക്ക് ഇട റോഡുകളിലേക്ക് ചെറിയ ബസ്സുണ്ടല്ലോ അതൊന്ന് വിട്ടുതരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, ആ പ്ലാവോട് ഭാഗത്തുനിന്ന് തിട്ടമംഗലം വഴി നമ്മുടെ കുണ്ടമൺ കടവ് ഭാഗത്ത് കയറുന്ന ഒരു റോഡുണ്ട്. ഏകദേശം ഒരു 5 കിലോമീറ്റർ വരെ, 4 കിലോമീറ്റർ 5 കിലോമീറ്റർ വരെയുള്ള റോഡാണ്, ഇട റോഡാണ്. ഇതിലൂടെ ബസ്സില്ല. ഇത് നമ്മുടെ സിറ്റിയിലുള്ള ഒരു 30% വാർഡുകൾ മാത്രമേ എല്ലാ പ്രദേശവും സിറ്റി ആയിട്ടുള്ള വാർഡുകളുള്ളൂ. ബാക്കിയൊക്കെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ തന്നെ ഗ്രാമീണ മേഖലയിൽ, ഇപ്പോൾ ഞാണ്ടൂർക്കോണം എടുക്കട്ടെ,
അല്ലെന്നുണ്ടെങ്കിൽ ചെല്ലമംഗലം എടുക്കട്ടെ, കൊടുങ്ങാനൂർ എടുക്കട്ടെ, തുരുത്തുമൂല എടുക്കട്ടെ, പുഞ്ചക്കരി ആയിക്കോട്ടെ, പൊങ്കുളം ആയിക്കോട്ടെ, പിന്നെ വെള്ളാറിൻ്റെ ചില പ്രദേശങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തനി ഗ്രാമീണ വാർഡുകളാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇട റോഡുകൾ ധാരാളമുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ പറയാം. അവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ 9500 വോട്ടർമാരുണ്ട്, പിന്നെ കുറച്ച് വോട്ടില്ലാത്തവരുണ്ട്. ഇവർ നല്ലൊരു വിഭാഗം ആൾക്കാരും ദൈനംദിന കൂലിപ്പണിക്കാരാണ്. അതായത് വീട്ടുജോലിക്ക് പോകുന്ന 6000 രൂപ 7000 രൂപയ്ക്ക് വീട്ടുജോലിക്ക് പോകുന്ന നിരവധി വീട്ടമ്മമാരുണ്ട്, എൻ്റെ വോട്ടർമാരുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള ചെന്നപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 7 മണിക്ക് ജോലിക്ക് കയറണം. ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവർ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുണ്ടമൺ കടവരെ നടക്കണം. പ്ലാവോടന്ന് കുണ്ടമൺ കടവരെ നടക്കണമെങ്കിൽ അവർക്ക് ഒരു 40 മിനിറ്റ് വേണം. അപ്പം ഞാൻ ഓട്ടോ പിടിച്ചോണെങ്കിൽ 150 രൂപ ആവും, രാവിലെ വൈകും. അപ്പോൾ ഒരു മാസം 8000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു അമ്മ എങ്ങനെയാണ് 4000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്നത്? അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ 40 മിനിറ്റ് അങ്ങോട്ട് നടക്കണം, 40 മിനിറ്റ് വൈകുന്നേരം കൊണ്ട്. നിങ്ങളാ ചെറിയ ബസ് 1-2 ട്രിപ്പ് രാവിലെയും വൈകുന്നേരം വിട്ടിട്ട് എന്നെപ്പോലെ ആൾക്കാർക്ക് 10 രൂപയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ഇത് ഞങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നിരവധി കൗൺസിലർമാർ വന്ന ഉടൻ തന്നെ, ഞാൻ മേയറായ ഉടൻ തന്നെ എന്നെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനം. ഞങ്ങളൊക്കെ വാക്ക് കൊടുത്തു ആൾക്കാർക്ക്. കാരണം കോർപ്പറേഷൻ്റെ ബസ്സാണ്, ബസ് ഇവിടെ ഉണ്ടല്ലോ, രാവിലെയും വൈകുന്നേരം മാത്രമെങ്കിലും മിനിമം വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കൗൺസിലർമാരും ചോദിച്ചപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിലെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഈ കരാറിൻ്റെ കോപ്പി എടുത്ത് പരിശോധിച്ചത്. അപ്പോൾ കരാർ ലംഘനമാണ് നടക്കുന്നത്. മറ്റൊന്ന്, 113 കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്നും കോർപ്പറേഷന് ഒരു ലാഭം, അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശമില്ല കോർപ്പറേഷന് മറ്റേ ലാഭം കിട്ടണമെന്ന്. ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ? 113 കോടി രൂപ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനോട് ലാഭം ഷെയർ ചെയ്യാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് എഴുതിയിരിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് പാലിക്കേണ്ട ആവശ്യമില്ലേ? ഇത് ന്യായമായ ആവശ്യമില്ലേ? അത് ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, മേയർ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഈ എഗ്രിമെൻറ്റിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ പണം കിട്ടണം എന്നുള്ളതും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓടുന്നതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ടൊക്കെ എടുക്കാം. ഇത് പ്രധാനമായും കോർപ്പറേഷനിലുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവരും വീട്ടുജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ KSRTയോടും സംസ്ഥാന സർക്കാരിനോടും പറയുന്നത്. നിരവധി ഇടറോഡുകളിൽ ഇവിടെ വലിയ ബസ് പോകില്ല. ആ ഇടറോഡുകളിൽ ചെറിയ ബസ്സേ പോവുള്ളൂ. അതിന് ബസ് ഇവിടെ ഉണ്ട്. അത് രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം ഒരു 3 മണി മുതൽ ഒരു 8 മണി വരെയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഗുണപ്പെടും. ഇനി നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം. ഈ ഓട്ട് ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ. നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് KSRTCക്ക് വാങ്ങിച്ചു വിടാമല്ലോ. ഈ ഇടറോഡുകളിൽ ചെറിയ ബസ്സല്ലേ പോവുള്ളൂ, ബസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊന്ന്, 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ FB പോസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ പറയുന്നത്, ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ്, നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRT സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് LDF മേയർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ്, ഇതാണ് ത്രികക്ഷി കരാർ, ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത്. നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം. നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടിയിൽ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്ന നഗരസഭ ഉറപ്പുവരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ 2024 സെപ്റ്റംബർ 7 ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ LDFൻ്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചുകൊണ്ടത്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ
ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കരാർ പാലിക്കും. ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം. LDF ഗവൺമെൻറ്റിനോട് പറയുന്നത് LDF ഗവൺമെൻറ് ഒപ്പിട്ട കരാറാണ്. LDFൻ്റെ നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത്. അത് പാലിക്കണം. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു തരാം. ഞങ്ങൾക്ക് ആ പ്ലാനില്ല. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം. ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിൻ്റെ 70% പൈസയും ബാറ്ററിക്കാണ് ആവുന്നത്. ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടെന്നുള്ള പോയിൻ്റൊന്നുമില്ല. അങ്ങയുടെ ഗവൺമെൻറ്റിലെ ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വം കൂടെ നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ? 2 ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു 100 രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. ന്യായമായ ആവശ്യമില്ല കോർപ്പറേഷൻ. ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാർ ഇവിടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാരും പൊതുസമൂഹവും ചോദിച്ചാൽ KSRTC റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം, അടുത്ത നടപടിയിലേക്ക് പോകണം. എന്തായാലും ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത്. അതിനൊന്നുമില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു. അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം. മറ്റൊന്ന്, ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ കിടക്കുള്ളൂ എന്ന് ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. മറ്റൊന്ന്, ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഈ കരാർ എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലിനുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ 100 കണക്കിന് ബസ് ഓടിക്കുന്നില്ലേ? സ്വകാര്യ വ്യക്തികൾ തന്നെ 1 2 ബസ് വാങ്ങിയ വ്യക്തികൾ 100 കണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്നൊരു ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരണ്ടേ. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് ഞാൻ നെടുമങ്ങാടുള്ള ആളാണ്. ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം. അത് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് വിടുന്നതായിരിക്കും, ഈ ചെറിയ ബസ്സിനേക്കാൾ കൂടുതൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 150 ബസ് ഈ 113 എടുത്താൽ വെല്ലുവിളിക്കാനല്ല അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള, ഞാൻ രണ്ടാമതായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത്. അത് ഒരു വാർഡിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ്. നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത്. ഇനി ഇപ്പോൾ പറഞ്ഞു 113 ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ 150 ബസ്സുകൾ KSRTC പിറ്റേ ദിവസം നിരത്തിലിറക്കുമെന്നുള്ള വാർത്ത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 150 ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിൻകര നെടുമങ്ങാട് കട്ടപ്പനയൊക്കെ വിട്ടിട്ട് ഈ 113 സിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോകാം, പിന്നെ നമുക്ക് കോർപ്പറേഷന് കൂടെ അതിൻ്റെ പൈസയും കിട്ടും, നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവും. മറ്റൊന്ന്, ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത്. അല്ല, ഈ ബസ്സുകളുടെ വരുമാനവും KSRTCയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്കൂട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം എടുത്തിട്ട് 2 വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് നഷ്ടമെന്ന് പറയട്ടെ? അവിടെ നിന്ന് വരുന്ന പണവും KSRTCയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. ആ നഷ്ടത്തിന് ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെൻറ്റോ കോർപ്പറേഷനോ അല്ല. അതുകൊണ്ട് ഗുസ്തി മത്സരത്തിനും തർക്കുത്തരം പറയാനൊന്നും ഞങ്ങളില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കാണ് പോകുന്നത്. എന്തായാലും
ഈ കരാർ നടപ്പിലാക്കണമെന്ന് മുൻ ഭരണസമിതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൗൺസിൽ ഈ കാര്യം ചർച്ച ചെയ്യും. അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടുന്ന കൗൺസിലുകളിൽ, കാരണം കൗൺസിലർമാർ സ്വാഭാവികമായിട്ട് ബസ് അവരുടെയൊക്കെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് കോർപ്പറേഷനും കൂടി ഇടപെട്ടിട്ടുള്ള ഒരു കരാർ ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഇടറോഡുകളിലേക്ക് ബസ് വിട്ടുതരാൻ വേണ്ടി മേയർ ഇടപെടണം എന്നുള്ള ആവശ്യം വരും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ചർച്ച വരികയും കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ആവശ്യം വരികയും കൗൺസിൽ ആ ആവശ്യം പാസ്സാക്കുകയും ചെയ്താൽ ഞങ്ങൾ ഈ കരാറിൻ്റെ കോപ്പി ഉൾപ്പെടെ രേഖാമൂലം മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്ക് ഈ കരാർ നടപ്പിലാക്കണം എന്നുള്ള കത്ത് ഞങ്ങൾ കൊടുക്കും. അത്രയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അഞ്ഞൂറ് കോടിയല്ല, 500 കോടിയല്ല. അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് 650 കോടി രൂപ. ആ സർക്കാരിൻ്റെ പൈസ. ഞാൻ പറയുന്നത് മന്ത്രി കരാർ, ഇങ്ങനൊരു കരാർ ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്കും പറയില്ലേ, ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമില്ല. എല്ലാം സർക്കാരിൻ്റെ പൈസയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സർക്കാരിൻ്റെ പൈസയാണ്. ഈ എസ് സി പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ പൈസയാണ് അല്ലേ? ഞാൻ ഓടുന്ന കാറും മേയർ ഉപയോഗിക്കുന്ന കാറും അതിൻ്റെ ഫ്യൂലും ഒക്കെ സർക്കാരിൻ്റെ പൈസയാണ്. അത് ഏത് സർക്കാരിൻ്റെ? അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട്, കോർപ്പറേഷൻ്റെ വിഹിതമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട്. അല്ല, ഞാനതാണ് പറഞ്ഞതല്ലേ. ഇനിയിപ്പോൾ അതിലോട്ടൊന്ന് ഞാൻ ആ ഡിപ്പോയിൽ തന്നെ എനിക്ക് എൻ്റെ പോയിന്റ് തിരിച്ചാണ്. KSRTC ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിൻ്റെ ഡിപ്പോയിലേക്ക് കിടക്കുകയുള്ളൂ. അതിനെ എവിടെ കൊണ്ട് നോക്കിയിട്ടാലും കിടക്കും. അതിനിപ്പോൾ എന്തേ അല്ല, അങ്ങനെയൊന്നും ചോദിക്കണ്ട. കാരണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനുള്ള ആവശ്യമില്ല. ഈ കരാർ നടപ്പിലാക്കണമെന്നുള്ള മാത്രമാണ് നമ്മുടെ ആവശ്യം. ഈ കരാർ എനിക്കത് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കരാർ മന്ത്രി സമ്മതിക്കും, ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് ഇതിലൊരു കോപ്പി KSRTCയിലും കാണുമല്ലോ, അവരുടെ MD ഒപ്പിട്ടല്ലേ. ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലേ? ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ ഷെയർ വന്നതിൻ്റെ അക്കൗണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇല്ല, അതിൽ പരാതി നമ്മൾ രാഷ്ട്രീയ അത് ഒറ്റ നോക്കാം. അല്ല, ഇത് എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതുണ്ടോ? അല്ല, അത് കൊടുക്കാം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ചില സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാധ്യമപ്രവർത്തകർ ചോദിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോഴേക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കുന്നത് തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത്. ഇനി സംസാരിക്കും ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയോട് സംസാരിക്കും. ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ ഈ കരാർ പാലിക്കണം എന്ന് രേഖാമൂലം കത്ത് കൊടുക്കും. അതൊക്കെയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ, അല്ല, കട്ടപ്പനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് KSRTCയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ എന്നാണ് പോയത്, എവിടെയാണ് പോയത് എന്നൊക്കെ. അങ്ങനെ ആ കപ്പാസിറ്റി ഇല്ലാത്ത ബസ്സിനെ സിറ്റിക്കകത്ത് ഓടിച്ചാൽ പോരെ? കപ്പാസിറ്റി കുറഞ്ഞത്. അല്ല, എനിക്ക് ഞാൻ അതിൻ്റെ ഒരു ആ കാര്യത്തിൽ ഞാൻ പരിശോധിച്ചില്ല. ലഭിച്ച വിവരം പുറത്തു പോയി. എന്തായാലും സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടെന്ന് മുൻ മേയർ പറഞ്ഞിട്ടുണ്ട്. സമീപ ജില്ല മിനിമം കൊല്ലത്ത് പോകണമല്ലോ. ആ മുൻ മേയറുടെ സെപ്റ്റംബർ 7, 2024 FB പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട്. കൊല്ലത്ത് പോയിട്ടുണ്ടല്ലോ. സമീപ ജില്ല കൊല്ലം, പത്തനംതിട്ടയല്ലേ? പോരെ? കരാറിൻ്റെ കോപ്പി ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. ഏത് പോകുന്നത്